വയനാട് പുൽപ്പള്ളി വെളുകുലിയിൽ കടുവയിറങ്ങി. ജനവാസ മേഖലയ്ക്കടുത്താണ് കടുവയുള്ളത്. ഇന്നലെ വൈകിട്ടാണ് പ്രദേശവാസികൾ കടുവയെ കണ്ടത്. ടി അനീസ് അലി വിവരങ്ങൾ നൽകും. അനീസ്, ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ കടുവ തുടരുന്നുണ്ടെന്നാണോ അറിയാൻ കഴിയുന്നത്? ഇന്നലെ കണ്ടതിന് ശേഷം പിന്നീട് കടുവയെ തെരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വയനാട് പുൽപ്പള്ളി വെളുകൊല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് കടുവയെ ഇന്നലെ നാട്ടുകാർ കണ്ടത്. ഈ പ്രദേശം കാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഈ പ്രദേശത്ത് കാട്ടിൽ നിന്ന് കടുവ ഇറങ്ങിയതാണ്. ആ ഘട്ടത്തിലാണ് നാട്ടുകാർ ഈ കടുവയെ കണ്ടിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം പിന്നീട് ഇത് ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നു എന്നതിന്റെ സൂചനകളൊന്നും പ്രദേശത്തില്ല. ജനവാസ മേഖലയ്ക്ക് അടുത്ത് കടുവയെ കണ്ടു. അതോടൊപ്പം ഇന്ന് ആ പ്രദേശത്ത് കടുവയുടെ കാൽപ്പാടുകളും ഉണ്ട്. കാൽപ്പാടുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്, കടുവയുടേതാണ് എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷെ പ്രദേശത്ത് പിന്നീട് തെരച്ചിൽ നടത്തിയിട്ട് കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും പുൽപ്പള്ളി മേഖല നേരത്തെ പലതരത്തിൽ വന്യമൃഗ ശല്യം രൂക്ഷമായ പ്രദേശമായിരുന്നു. വളർത്തുമൃഗങ്ങളെയൊക്കെ നിരവധി തവണ കടുവ തന്നെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ചെറിയ ഇടവേളയ്ക്ക് ശേഷം പിന്നീട് വീണ്ടും ഈ കടുവയെ ഇപ്പോൾ കാണുകയാണ്. വീണ്ടും കടുവാ ഭീതി ഉയരുകയാണ്. വയനാട് പുൽപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ ഇന്നലെ വൈകിട്ടാണ് കടുവയെ കണ്ടത്. വിവരങ്ങളാണ് ടി അനീസ് അലി നൽകിയത്.